ഹലോ, അപ്പോൾ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ നോക്കാം. ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ഈ ഒരു മാമേർത്തിൻ്റെ മുൾട്ടാനി മിട്ടി ഫേസ് വാഷാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫോർ ഓയിൽ കൺട്രോൾ ആൻഡ് ആക്നെക്കാർക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് വാഷാണ്. പക്ഷേ ഞാനത് കണ്ടപ്പോൾ വാങ്ങി, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങി. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഫേസ് വാഷ് ചെയ്തപ്പോഴത്തേക്കും നോക്കി എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയ പോലെ, ക്ലീൻ ആൻഡ് ക്ലിയർ ആവുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇപ്പം തോന്നിയിട്ടാ. കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ. ഓക്കെ, ഞാൻ എപ്പോഴൊക്കെ സ്കിൻ കെയർ ചെയ്താലും ടോണർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ ടോണറാട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു ടോണർ ഉണ്ടാവും. വൈബ്സിൻ്റെ ഗ്ലോ ടോണർ ആട്ടോ, മൾബറി ഗ്ലോ ടോണറാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറേ നാളെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് ഇങ്ങനെ തീരാറാവുന്ന സമയത്ത് ഞാൻ നെക്സ്റ്റ് വാങ്ങിക്കാറുള്ളൂ. കാരണം കുറേ ടോണേഴ്സ് ഞാൻ വാങ്ങി വെച്ചിട്ട് ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും ഒന്നിൽ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ഫേസ് ടോൺ ചെയ്തതിന് ശേഷം ഞാൻ അതേപോലെ നല്ല ലിപ് ബാമായിട്ട് സെബാമിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലിപ് ബാം നല്ല പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ടോണർ അങ്ങനെ നമ്മുടെ ഫേസിൽ സെറ്റ് ആവും കേട്ടോ. ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. മഴയുണ്ട്, ഫാൻ ഇട്ടിട്ടുണ്ട്, മഴയുണ്ടെങ്കിലും ഞാൻ ഫാൻ ഇട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാനല്ലേ. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിനാട്ടോ, കോസാറക്സിൻ്റെ ആണ്. ഇതൊരു തവണ ഇത്രയായിട്ടോ യൂസ് ചെയ്തത് ഇത്രയും യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഈ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് അതിൻ്റേതായിട്ടുള്ള എഫക്റ്റുകൾ എൻ്റെ ഫേസിൽ കണ്ടിട്ടുണ്ട്. ഞാനത് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ. നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും അടിപൊളി, കാരണം നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങല്ലേ. പക്ഷേ ഞാനിത് പകലും യൂസ് ചെയ്യാറുണ്ട്, ഡേയും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എഫക്റ്റ് എൻ്റെ ഫേസിൽ അറിയാനുണ്ട്. കുറച്ച് നാൾ ഞാനിത് വാങ്ങിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യൽ ഭയങ്കര കുറവായിരുന്നു. കുട്ടികളെയൊക്കെ വെച്ചിട്ട് ചില സമയത്ത് എനിക്കൊന്നും യൂസ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ മുടങ്ങാതെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ചെറിയൊരു എക്സസൈസൊക്കെ ഫേസിന് നമ്മൾ കൊടുക്കാറുണ്ട്. എനിക്ക് ഡബിൾ ചിൻ ബാക്ക് ചിന്നാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് ചെയ്യുന്നോ അത്രത്തോളം ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. അത് ഞാൻ ഈ മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, മാരുള ഓയിലിൻ്റെ. ഇതിൽ വിറ്റമിൻ F പ്ലസ് വിറ്റമിൻ E പ്ലസ് ഹൈലറോണിക് ആസിഡ് ഉണ്ട്. നറിഷ്മെൻറ്റ് ആൻഡ് ഹൈഡ്രേഷൻ ഫോർ ഡ്രൈ നോർമൽ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്ട്രീം ഡ്രൈ ഒന്നും ആവാറില്ല, കോമ്പിനേഷനാണ്. എന്നാൽ എക്സ്ട്രീം ഓയിലി ആവാറില്ല. എൻ്റെ ഒരു മിഡിൽ പോർഷൻ നിൽക്കുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ് എൻ്റെ. അപ്പോൾ നോർമൽ സ്കിന്നൊന്നും ചില സമയത്ത് പറയാം, ചിലപ്പോൾ കോമ്പിനേഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ആ കിട്ടു മോയ്സ്ചറൈസർ ആട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് കഴിയാറായി, ഞാനിങ്ങനെ പിശുക്കിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനങ്ങനെ സിറംസ് ഒന്നും അധികം യൂസ് ചെയ്യില്ല കേട്ടോ. ഇനി നല്ല സിറം ഇങ്ങനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സിറം ഉണ്ടെങ്കിൽ, നല്ല സിറം ഉണ്ട്, നമുക്ക് പറ്റിയ സിറം അനുസരിച്ചിട്ട് യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ സിറം ഒക്കെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നമ്മുടെ ബോഡിക്ക് ഫുഡ് കൊടുക്കില്ലേ, അതുപോലെയാണ് നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യുന്നത്. സ്കിൻ ക്ലീൻ ആയിട്ടിരിക്കാൻ, ക്ലിയർ ആയിട്ടിരിക്കാൻ സ്കിൻ കെയർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെയും സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ടായിട്ടില്ല, ഇൻട്രസ്റ്റ് ഉള്ളവർ മസ്റ്റായിട്ടും സ്കിൻ കെയർ സ്റ്റാർട്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയും ഉറങ്ങാനായിട്ട് പോകണം, വേറൊരു പരിപാടിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു.